ഇനി കണ്ണൂരിലെ സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, നമ്മൾ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും കാര്യം പറഞ്ഞു. അവിടെ തിരുവനന്തപുരത്ത് യാത്രക്കാരും തന്നെ കുടുങ്ങിയിട്ടില്ല. പക്ഷേ കൊച്ചിയിൽ മണിക്കൂറുകളായി യാത്രക്കാർ വെയിറ്റ് ചെയ്യുകയാണ്. അവരുടെ യാത്രയിൽ ആശങ്കയുണ്ട്, അനിശ്ചിതത്വമുണ്ട്. എപ്പോഴായിരിക്കും ജിദ്ദയിലേക്കും മസ്കറ്റിലേക്കുമുള്ള ഫ്ലൈറ്റുകൾ പുറപ്പെടുക എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ കണ്ണൂരിലെ സാഹചര്യം എങ്ങനെയാണ്? അവിടുത്തെ യാത്രക്കാർ കുടുങ്ങിക്കിടപ്പുണ്ടോ? അവിടെ നിന്ന് ലഭിക്കുന്ന എന്തൊക്കെയാണ് വിവരങ്ങൾ? അമല്, കണ്ണൂരിൽ നിന്ന് 5 വിമാന സർവീസുകളാണ് ഇന്ന് റദ്ദ് ചെയ്തിരിക്കുന്നത്. രാവിലെ 7:05 അബുദാബിയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം, അതുപോലെ തന്നെ രാവിലെ 8:50 ദുബായിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം, രാവിലെ 9:35 അബുദാബിയിലേക്കുള്ള ഇൻഡിഗോ വിമാനം, വൈകിട്ട് 3 റിയാദിലേക്കുള്ള എയർ ഇന്ത്യ, വൈകിട്ട് 5 മസ്കറ്റിലേക്കുള്ള വിമാനം എന്നിങ്ങനെ 5 സർവീസുകളാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ വിമാനങ്ങൾ റദ്ദ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊരു വിവരം പുറത്തു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിലേക്ക് എത്തിയ ആളുകളുടെ എണ്ണം വളരെ കുറവ് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, കണ്ണൂരിലേക്ക് എത്തേണ്ട വിമാന സർവീസുകളും റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ പശ്ചാത്തലത്തിൽ ആളുകളുടെ എണ്ണം വളരെ കുറവാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം എപ്പോൾ പുനഃസ്ഥാപിക്കും എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഉടനെ ഈ വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കൂ, അതോ ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഒരു അസ്ഥിരത മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഈ വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കാനുള്ള സാധ്യത നിലവിൽ കാണുന്നുള്ളൂ. അമൽ.